സ്വാതന്ത്ര്യ പോരാട്ടത്തിനും രാജ്യപുരോഗതിക്കും ഗോത്ര സമുദായങ്ങൾ നൽകിയ സംഭാവനകളെ അനുസ്മരിച്ച് ഒരു ജനജാതീയ ഗൌരവ് ദിനം കൂടി. ഗോത്രവർഗ നേതാവും സ്വാതന്ത്ര്യസമര സേനാനിയുമായ ഭഗവാൻ ബിർസ മുണ്ടയുടെ ജന്മവാർഷിക ദിനമായ നവംബർ 15-നാണ് എല്ലാ വർഷവും ജനജാതീയ ഗൌരവ് ദിവസ് ആഘോഷിക്കുന്നത്. ബീഹാറിലെ ജാമുയിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടിയിൽ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ഭഗവാൻ ബിർസ മുണ്ടയുടെ 150-ാം ജന്മവാർഷിക ആഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ബിർസ മുണ്ടയുടെ സ്മരണയ്ക്കായി നാണയവും തപാൽ സ്റ്റാമ്പും പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തു. ഗ്രാമീണ വിദൂര പ്രദേശങ്ങളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ആദിവാസി സമൂഹങ്ങളുടെ ഉന്നമനത്തിനും ലക്ഷ്യമിട്ടുള്ള 6640 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക വൈവിധ്യം പ്രധാനമായും രൂപപ്പെട്ടത് രാജ്യത്തിന്റെ ചരിത്രത്തിലും വികസനത്തിലും നിർണായക പങ്കുവഹിപ്പിച്ച ഗോത്ര സമൂഹങ്ങളിൽ നിന്നാണ്. സ്വാതന്ത്ര്യസമരത്തിൽ ഗോത്ര സമുദായങ്ങളായ സന്താൽ, താമാർ, കോൾ, ഭിൽ, ഖാസി, മീസോ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവ സമരങ്ങൾ അപാരമായ ധൈര്യവും ത്യാഗവും കൊണ്ട് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരുന്നു. ബിർസ മുണ്ടയുടെ നേതൃത്വത്തിൽ നടന്ന ഉൽഗുലാൻ പോലെ ഗോത്രവർഗ മുന്നേറ്റങ്ങൾ ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെ വെല്ലുവിളിക്കുന്നതോടൊപ്പം ദേശീയ ഉണർവിന് പ്രചോദനമാവുകയും ചെയ്തു. ചൂഷണാത്മക കൊളോണിയൽ വ്യവസ്ഥയ്ക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയ നേതാവായിരുന്നു ആദിവാസി സമൂഹങ്ങൾ ഭഗവാൻ എന്ന് ബഹുമാനിക്കുന്ന ബിർസ മുണ്ട. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 15 എന്തുകൊണ്ടും ഗോത്രവീരന്മാരെ ആദരിക്കാനുള്ള ഉചിതമായ അവസരം തന്നെയാണ്. ഈ വർഷത്തെ ജനജാതീയ ഗൌരവ് ദിവസ് ആഘോഷങ്ങൾക്ക് ബീഹാറിലെ ജമ്മുയിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി. ദിനാഘോഷത്തോടനുബന്ധിച്ച് ഭഗവാൻ ബിർസ മുണ്ടയുടെ 150-ാം ജന്മവാർഷികാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. കൂടാതെ 6640 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടുകയും ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷത്തെ ജനജാതീയ ഗൌരവ് ദിനത്തിൽ ബിർസ മുണ്ടയുടെ ജന്മഗ്രാമമായ ഉലിഹാദുവിൽ സന്ദർശിച്ചതിനെക്കുറിച്ച് അനുസ്മരിച്ച പ്രധാനമന്ത്രി തിൽക്ക മാംചിയുടെ ധീരതയ്ക്ക് സാക്ഷ്യം വഹിച്ച ജാമുയിൽ ഈ വർഷം ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തി. അല്ലൂരി സീതാരാമ രാജു, തിൽക്ക മാംചി, സിദ്ദു കാൻഹു, ബുദ്ധു ഭഗത് തുടങ്ങിയ രാജ്യത്തുടനീളമുള്ള ധീര ഗോത്ര നേതാക്കളുടെ പേരെടുത്തു പറഞ്ഞ പ്രധാനമന്ത്രി ആയിരക്കണക്കിന് ഗോത്രവർഗക്കാരെ കൊന്നൊടുക്കിയ മാൻഗഡ് കൂട്ടക്കൊല വിസ്മരിക്കാനാകില്ലെന്നും അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ സംസ്കാരവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന് നൂറ്റാണ്ടുകളായി നേതൃത്വം നൽകിയവരാണ് ഗോത്ര സമൂഹമെന്നും, എന്നാൽ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ അവർക്ക് അർഹമായ അംഗീകാരം ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചരിത്രപരമായ വലിയ അനീതി തിരുത്താനുള്ള ശ്രമമാണ് ഓരോ ജനജാതീയ ഗൌരവ് ദിനാഘോഷവുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ये इतिहास के एक बहुत बड़े अन्याय को दूर करने का एक ईमानदार प्रयास है. आजादी के बाद आदिवासी समाज के योगदान को इतिहास में वो स्थान नहीं दिया गया जिसका मेरा आदिवासी समाज हकदार था. आदिवासी समाज वो है जिसने राजकुमार राम को भगवान राम बनाया. आदिवासी समाज वो है जिसने भारत की संस्कृति और आजादी की रक्षा के लिए सैकड़ों वर्षों की लड़ाई को नेतृत्व दिया. അതിദുർബല ഗോത്ര വിഭാഗങ്ങളുടെ ശാക്തീകരണത്തിനായി 24,000 കോടി രൂപയുടെ PM ജന്മൻ യോജന ആരംഭിച്ചതിനെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി ഈ പദ്ധതി പ്രകാരം രാജ്യത്തെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ഗോത്രവാസസ്ഥലങ്ങളുടെ വികസനം ഉറപ്പാക്കുന്നുണ്ടെന്നും പറഞ്ഞു. പദ്ധതി ആരംഭിച്ച് ഒരു വർഷം പിന്നിടുമ്പോൾ ആയിരക്കണക്കിന് അടച്ചുറപ്പുള്ള വീടുകൾ, വിവിധ റോഡ് വികസന പദ്ധതികൾ, ഹർ ഘർ ജൽ പദ്ധതി പ്രകാരം വീടുകളിൽ കുടിവെള്ളം തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ നടന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഭഗവാൻ ബിർസ മുണ്ടയുടെ സ്മരണയ്ക്കായി ഒരു നാണയവും തപാൽ സ്റ്റാമ്പും പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തു.
PM ജന്മൻ കീഴിൽ നിർമ്മിച്ച 11,000 വീടുകളുടെ ഗൃഹപ്രവേശ ചടങ്ങിനും പ്രധാനമന്ത്രി സാക്ഷിയായി. ഗോത്രവർഗ മേഖലകളിലെ ആരോഗ്യ സംരക്ഷണ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച 53 മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ഗോത്രവർഗ സംരംഭകത്വവും ഉപജീവന മാർഗവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി 300 വൻധൻ വികാസ് കേന്ദ്രങ്ങളും 450 കോടി രൂപ ചിലവിൽ ഗോത്രവർഗ വിദ്യാർത്ഥികൾക്കായി സ്ഥാപിച്ച 10 ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഗോത്ര സമൂഹങ്ങളുടെ സമ്പന്നമായ ചരിത്രവും പൈതൃകവും രേഖപ്പെടുത്തുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി മധ്യപ്രദേശിലെ ചിന്ദ്വാരയിലും ജബൽപൂരിലും ആദിവാസി സ്വാതന്ത്ര്യസമര സേനാനികളുടെ പേരിൽ സ്ഥാപിച്ച മ്യൂസിയവും ജമ്മുകശ്മീരിലെ ശ്രീനഗർ, സിക്കിമിലെ ഗാംഗ്ടോക്ക് എന്നിവിടങ്ങളിൽ ട്രൈബൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലകളിലെ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനായി 500 കിലോമീറ്റർ പുതിയ റോഡുകളുടെയും പ്രധാനമന്ത്രി ജന്മൻ കീഴിൽ കമ്മ്യൂണിറ്റി ഹബ്ബുകളായി പ്രവർത്തിക്കുന്നതിന് 100 മൾട്ടിപർപ്പസ് സെന്ററുകൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. 1110 കോടി രൂപ ചിലവിൽ 25 ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളുടെ നിർമ്മാണോദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം, സുസ്ഥിര വികസനം, സാംസ്കാരിക സംരക്ഷണം എന്നിവയിലൂടെ ആദിവാസി സമൂഹങ്ങളെ പിന്തുണയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള നിരവധി പരിപാടികളും സംരംഭങ്ങളും സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. 2024-25 കേന്ദ്ര ബജറ്റിൽ 13,000 കോടി രൂപയാണ് ട്രൈബൽ അഫയേഴ്സ് മന്ത്രാലയത്തിന് അനുവദിച്ചത്. ഇത് മുൻവർഷത്തേക്കാൾ 73.60% അധികം ബജറ്റ് വിഹിതമാണ്. ധർത്തി ആബ ജൻജാതീയ ഗ്രാം ഉത്കർഷ് അഭിയാൻ പോലുള്ള പദ്ധതികൾ 63,000-ലധികം വരുന്ന ഗോത്രവർഗ ഗ്രാമങ്ങളിലെ സാമൂഹിക അടിസ്ഥാന സൌകര്യങ്ങൾ, ആരോഗ്യം, വിദ്യാഭ്യാസം, ഉപജീവന വികസനം എന്നിവയിലെ നിർണായക വിടവുകൾ പരിഹരിക്കാൻ ലക്ഷ്യമിടുന്നു. അതിദുർബല ഗോത്ര വിഭാഗങ്ങളുടെ ഉന്നമനമാണ് PM ജന്മന്റെ കീഴിലുള്ള പദ്ധതികളുടെ ലക്ഷ്യം. PVTG കുടുംബങ്ങളെ ശാക്തീകരിക്കുന്നതിനും രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക മുഖ്യധാരയിലേക്ക് അവരെ സമന്വയിപ്പിക്കുന്നതിനുമുള്ള ഫലപ്രദമായ പ്രാദേശിക ഇടപെടൽ, ശക്തമായ ഏകോപനം എന്നിവയ്ക്ക് ഈ ദൌത്യം ഊന്നൽ നൽകുന്നു. പ്രധാനമന്ത്രി ആദി ആദർശ് ഗ്രാം യോജന ആദിവാസി ജനസംഖ്യയുള്ള ഗ്രാമങ്ങളിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് ലക്ഷ്യമിടുന്ന പദ്ധതിയാണ്. വിദൂര പ്രദേശങ്ങളിലെ പട്ടികവർഗ കുട്ടികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനും അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമുള്ള അവസരങ്ങൾ നൽകുന്നതിനുമായി 2018 ആരംഭിച്ച കേന്ദ്ര പദ്ധതിയാണ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ. നിലവിൽ ഈ സ്കൂളുകളിലായി 1.29 ലക്ഷം ആദിവാസി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിലും നൈപുണ്യ വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആദിവാസി സമൂഹങ്ങളെ ശാക്തീകരിക്കുന്നതിന് വിവിധ സ്കോളർഷിപ്പുകളും സാമ്പത്തിക സഹായങ്ങളും കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രീ മെട്രിക്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതികൾ, ST വിദ്യാർത്ഥികൾക്കുള്ള ദേശീയ ഓവർസീസ് സ്കോളർഷിപ്പ്, ST വിദ്യാർത്ഥികൾക്കുള്ള ദേശീയ ഫെലോഷിപ്പ് തുടങ്ങിയ പദ്ധതികൾ ഉന്നത വിദ്യാഭ്യാസം നേടാൻ വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകുന്നു. ആദിവാസി സമൂഹങ്ങളെ ശാക്തീകരിക്കുന്നതിനായി ടേം ലോൺ സ്കീം, ആദിവാസി മഹിളാ സശക്തീകരണ യോജന പോലുള്ള സാമ്പത്തിക വികസനത്തിന് ഊന്നൽ നൽകുന്ന നിരവധി കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. രോഗപ്രതിരോധത്തിലും ആരോഗ്യ സംരക്ഷണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കേന്ദ്ര പദ്ധതികളായ സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ മിഷൻ, മിഷൻ ഇന്ദ്രധനുഷ്, ക്ഷയരോഗ നിർമ്മാർജ്ജനം ലക്ഷ്യമിടുന്ന നിക്ഷയ് മിത്ര ഇനീഷ്യേറ്റീവ് തുടങ്ങിയ ആദിവാസി സമൂഹങ്ങളിലും മികച്ച പ്രവർത്തനം നടത്തുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക സാമ്പത്തിക വികസനം എന്നിവയിലൂടെ ഗോത്ര സമൂഹങ്ങളെ ശാക്തീകരിക്കുന്നതിനാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അവബോധം വളർത്തുകയും ഐക്യദാർഢ്യം വളർത്തുകയും ചെയ്യുന്നതിലൂടെ ഗോത്രവർഗ സംസ്കാരങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാനും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും അവരെ മുഖ്യധാരയിലേക്ക് സമന്വയിപ്പിക്കാനുമാണ് സർക്കാർ ശ്രമങ്ങൾ. ഗോത്ര പാരമ്പര്യം സംരക്ഷിക്കേണ്ടതിന്റെയും ഗോത്ര സമൂഹങ്ങളുടെ സംഭാവനകളെ മാനിക്കുന്നതിന്റെയും പ്രാധാന്യത്തെയാണ് ജൻജാതീയ ഗൌരവ് ദിവസ് അടിവരയിടുന്നത്.